കൊല്ലം പെരുമണിൽ ദമ്പതിമാർ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ പെരുമൺ സ്വദേശി അഭിലാഷ്, ഭാര്യ അശ്വതി എന്നിവരാണ് മരിച്ചത്. ഇന്ന് രാവിലെ പെരുമൺ ക്ഷേത്രത്തിന് സമീപമുള്ള റെയിൽവേ അടിപ്പാതയ്ക്ക് മുകളിലെ ട്രാക്കിലാണ് മൃതദേഹങ്ങൾ കണ്ടത്. അഞ്ചാലമൂട് പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. വിവരങ്ങളുമായി എസ് വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, ഇത് സ്വാഭാവിക ഏതെങ്കിലും അപകടം സംഭവിച്ചതാണോ അതോ ആത്മഹത്യയാണോ? ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം കാണുന്നത്. പെരുമണിലാണ്. പെരുമണിലെ റെയിൽവേ ട്രാക്കിൽ രണ്ട് മൃതശരീരങ്ങളാണ് കണ്ടത്. പെരുമൺ സ്വദേശികളായ ദമ്പതികളാണ് മരിച്ച നിലയിൽ കണ്ടത്. ട്രെയിൻ തട്ടി മരിച്ച നിലയിലാണ് ഇവരുടെ മൃതശരീരം കണ്ടത്. ഉടൻ തന്നെ അഞ്ചാലമൂട് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി ആണ് മൃതശരീരം പിന്നീട് ഇവിടെ നിന്ന് മാറ്റിയത്. അഭിലാഷ് എന്നാണ് ഈ ആളുടെ പേര്. അഭിലാഷ്, ഭാര്യ അശ്വതി എന്നിവരാണ് മരിച്ചത്. ഇരുവരും ദമ്പതികളാണ്. രണ്ട് കുട്ടികളുണ്ട് ഈ അശ്വതിക്ക്. അപ്പോ ആത്മഹത്യയാണോ ഇത്തരത്തിലുള്ളൊരു കാരണത്തിലേക്ക് നയിച്ചതെന്നുള്ളത് പ്രാഥമിക നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നത്. കൂടുതൽ അന്വേഷണം നടന്നു വരുന്നുണ്ട്. സംഭവത്തിൽ ഇതിൽ അശ്വതി മുൻപ് വിവാഹം കഴിച്ചതിലാണ് രണ്ട് കുട്ടികളുള്ളത്. അഭിലാഷുമായിട്ടാണ് ഇപ്പോൾ ഒരുമിച്ച് കഴിയുന്നത്. അപ്പോൾ ഇവരെ കുടുംബ പ്രശ്നമാണ് ഇത്തരത്തിലുള്ളൊരു ജീവൻ വെടിയാനുണ്ടായ ഒരു സാഹചര്യത്തിലേക്കാണ് അപ്പോൾ പോലീസ് അത്തരത്തിലുള്ള നിഗമനമാണ് പോലീസിൽ എത്തിച്ചേരാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷം ശരീരം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. വിനീഷ്, എന്താണ് ഈ മരണത്തിന് കാരണമായത്? അത്തരം എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? പോലീസ് ഈ ഒരു കാര്യത്തിൽ അന്വേഷിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഭാര്യ അശ്വതിയുടെ മുൻപത്തെ വിവാഹ ജീവിതത്തിലാണ് രണ്ട് കുട്ടികൾ ഉണ്ടായത്. ഇപ്പോൾ അഭിലാഷുമായിട്ടാണ് ഇവർ കുടുംബജീവിതം നയിച്ചു വരുന്നത്. അഭിലാഷ് ബസ് ഡ്രൈവറാണ് എന്ന് പറയുന്നുണ്ട്. ഇവരുടെ ഇടയിലുണ്ടായ കുടുംബ പ്രശ്നമാണ് ഇത്തരത്തിലുള്ള ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ള നിഗമനത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് രാത്രിയിൽ ഇവർ ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തെന്നുള്ള നിഗമനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇന്ന് പുലർച്ചെയാണ് ഇവരുടെ മൃതശരീരം കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷെ ഇതിൽ നിന്നും വ്യക്തമാണ്. എസ് വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്.